ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്തമാറ്റിക്സ് അഥവാ മക്കളുടെ ഗണിതം എന്ന സബ്ജക്റ്റ് ആണ്. മക്കളെ, ഗണിതത്തില് നമ്മുടെ ഓണ പരീക്ഷ അല്ലെ, നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിന് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. മക്കൾ എല്ലാവരും റെഡി ആണല്ലോ? നമുക്ക് വേഗം ക്ലാസ്സിലോട്ട് പോവാല്ലേ? അതിന് മുന്നേ ആയിട്ട് നമ്മൾ മുന്നേയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സുകൾ കാണാത്ത മക്കൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും നമ്മുടെ ആപ്പിൽ കയറിയിട്ട് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാല്ലേ? ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ്. അതായത് മക്കളെ, എണ്ണാം എഴുതാം എന്നതാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ പേര് വരുന്നത്. എന്താണ്? എണ്ണാം എഴുതാം എന്നതാണല്ലേ. നോക്കിക്കേ മക്കളെ, ദ സ്കൂൾ അറേഞ്ച്ഡ് മക്കളെ, മിസ് ഇതാ ഓണത്തിന്റെ മറ്റൊരു മെഗാ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നല്ല മക്കളെ, 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കൂട്ടുകാർക്കായിട്ടുള്ള സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ വെറും 200 രൂപയ്ക്ക് അവൈലബിൾ ആക്കാനായിട്ട് പോവാണ് കേട്ടോ മക്കളെ. ഈ വീഡിയോ കണ്ടുവരുന്ന ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് മക്കളെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാക്സിമം മക്കൾ എന്ത് ചെയ്യുക? വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. കോൾ ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും കോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പൊ മറക്കണ്ട മക്കളെ, 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുവരുന്ന ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് മക്കളെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത്. വെറും 200 രൂപയ്ക്ക് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കി തരുന്നതായിരിക്കും. To be distributed after Independence Day celebration. For that, children arranged the paper straws as bundles. Find the total number of paper straws arranged by each student and draw. എന്താ മക്കളെ, കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണല്ലേ, കുറച്ച് വലിയ ചോദ്യമാണ്. പക്ഷെ കേട്ടിട്ട് മക്കളൊന്നും പേടിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ, സ്വാതന്ത്ര്യ ദിനാഘോഷം കഴിഞ്ഞിട്ട് ജ്യൂസ് കുടിക്കാനുള്ള പേപ്പർ സ്ട്രോകൾ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബണ്ടിൽസ് ആക്കി, അതായത് ഓരോ കെട്ടുകളാക്കി വെച്ചു. ഓരോരുത്തരും അടുക്കി വെച്ച പേപ്പർ സ്ട്രോകളുടെ ആകെ എണ്ണം കണ്ടെത്തിയിട്ട് അതിലേക്ക് കണ്ടെത്തുക, അതുപോലെ തന്നെ അതിലേക്ക് വരച്ചു ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇവിടെ നോക്കിക്കേ, നമുക്ക് കൂട്ടുകാര് നിങ്ങളെ പോലെയുള്ള മക്കളാണ്. റയാനും മിഹാലും അതുപോലെ തന്നെ റിൻസിയും ജാൻവിന്റെയും ഒക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നല്ല മിടുക്കന്മാരായിട്ട് പേപ്പർ സ്ട്രോസ് ഇങ്ങനെ ബണ്ടിൽസ് ആക്കി വെച്ചത്. അവര് മക്കളെ പക്ഷെ ഒരു സൂത്രം ഒപ്പിച്ചു. എന്താണെന്നറിയോ? അവർക്ക് ഈസി ആയിട്ട് കൗണ്ട് ചെയ്യാനായിട്ട് അവര് 10s-ന്റെയും 1s-ന്റെയും ഗ്രൂപ്പുകളാക്കിയാണ് വെച്ചിട്ടുള്ളത്. അതായത് 10കളുടെയും 1കളുടെയും കൂട്ടങ്ങളാക്കിയാണ് വെച്ചിട്ടുള്ളത്. മക്കളെ, നമുക്ക് 10കളും 1കളും ആക്കി വെച്ചാൽ, അതായത് 10s-ഉം 1s-ഉം ആക്കി വെച്ചാൽ ഈസി ആയിട്ട് എണ്ണാൻ അറിയില്ലേ? നമ്മൾ പഠിച്ചതല്ലേ? അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ചോദ്യത്തിന് ആൻസർ ചെയ്തുകൂടെ മക്കളെ? ഓക്കെ, നോക്കിക്കേ. അപ്പം റയാനാണ് മക്കളെ ആദ്യം വെച്ചിട്ടുള്ളത്. അവൻ എത്ര 10s ആണ് മക്കളെ? എത്ര 10കളുടെ കെട്ടുകളാണ് ഉണ്ടാക്കിയത്? നോക്കിക്കേ, ഇവിടെ 1, 2, 3 10കളാണ് അല്ലെ. നമുക്കറിയാം 3 10s ചേർന്നാൽ എത്രയാ മക്കളെ? 3 10കൾ ചേർന്നാൽ എത്രയാ പറഞ്ഞേ? 3 10കൾ ചേർന്നാൽ 30 3 എഴുതുക, ഒരു 0 ഇട്ട് കൊടുക്കുക, 30. അപ്പൊ 3 10കളും എത്ര 1കളാണ് മക്കളെ? 1 2 അല്ലെ, 2 അപ്പൊ 30 + 2 എത്രയാ മക്കളെ? 30ഉം 2ഉം 32. 30 + 2 എത്രയാണ്? 32. സിമ്പിൾ അല്ലേ മക്കളെ? കണ്ടെത്തിക്കൂടെ? ഇനി അങ്ങനെയൊക്കെ സംശയം ഉണ്ടെങ്കിൽ കൂട്ടുകാരെന്ത് ചെയ്യുക? ഇവിടെ നോക്കുക, എത്ര കെട്ടുണ്ട്? 1 2 3. ഇവിടെ 3 എഴുതുക. ഇനി അടുത്തതിൽ എത്ര ഉണ്ട്? 1 2. ഇവിടെ 2 എഴുതുക. അപ്പൊ എത്രയായി മക്കളെ? 32. സിമ്പിൾ അല്ലേ? അപ്പം സംശയമുള്ള കൂട്ടുകാർക്കായിട്ട് മിസ് പറഞ്ഞതാണേ. അപ്പൊ ഫസ്റ്റ് നമുക്ക് കിട്ടി എത്രയാണ്? 32 എന്ന് കിട്ടി, 32 എന്ന് കിട്ടി. ദെൻ അടുത്ത നോക്കിക്കേ മക്കളെ, മിഹാലാണ്. എത്ര 10കളുണ്ട് മക്കളെ? 1 2 3 4. 4 10കൾ ചേർന്നാൽ നമുക്കറിയാം എത്രയാ മക്കളെ? 40 4 10s എത്രയാ മക്കളെ? 4 10കൾ ചേർന്നാൽ 40 ആണ്. എത്ര 1s ഉണ്ട്? 1 2 3 4. അപ്പൊ 40 + 4 എത്രയാ മക്കളെ? 44. 44. ഇനി അതല്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യാ? ഇവിടെ നോക്കുക, 1 2 3 4. ഇവിടെ 4 എഴുതി. 1 2 3 4. ഇവിടെ 4 എഴുതി. 44. സെറ്റ് അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് നമുക്ക് തന്നത് എന്താണ്? ഇവിടെ 1 തന്നിട്ടുണ്ടല്ലേ. ഇവിടെ എത്ര നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്? 16. ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ആണ് 16 ഇവിടെ 1 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു 10 ചേർന്നാൽ എത്രയാ മക്കളെ? 10 10ലേക്ക് എത്ര ചേരണം? 16 ആവണമെങ്കിൽ 6 കൂടി ചേരണം. അപ്പൊ നമ്മൾ ഇവിടെ എത്ര വരയ്ക്കണം? 6 എണ്ണം വരയ്ക്കണം അല്ലേ? ഇനി അതല്ല, നോക്കിക്കേ മക്കളെ, ഇവിടെ മിസ് എന്ത് ചെയ്തു? 1 ഇവിടെ ഉള്ളത്, ഒരു കെട്ട് വരച്ചു. ഇനി ഇവിടെ അടുത്ത നമ്പർ ഏതാണ്? 6 ആണ് അല്ലേ? വൺസിന്റെ പ്ലേസിലുള്ള നമ്പർ ഏതാണ്? 6 ആണ്. അപ്പൊ നമ്മൾ എത്ര ഒന്നുകൾ വരയ്ക്കണം? പറഞ്ഞേ. 1 2 3 4 5 6 അല്ലേ? 10ഉം 6ഉം 16. 10 and 6 make 16. സെറ്റ് അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ മക്കൾ അടുത്ത ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു. എത്രയാ നമുക്ക് പറഞ്ഞിട്ടുള്ളത്? 20 പറഞ്ഞത്. എത്രയാ പറഞ്ഞത്? 20 പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഓക്കെ, നമ്മൾ എങ്ങനെ വരയ്ക്കും മക്കളെ? എങ്ങനെ വരയ്ക്കും? 20 എന്ന് പറഞ്ഞാല് നമുക്കറിയാലേ, 2 10കൾ ചേർന്നാലാണ് എന്ത്? 20 ആവുക. അപ്പൊ നമുക്ക് ടെൻസിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? 2 10കൾ വെക്കണം. ഇവിടെ മിസ് എന്ത് ചെയ്തു? ഒരു 10ന്റെ കൂട്ടം വെച്ചു. 10 ഉണ്ട് കേട്ടോ മക്കളെ. അടുത്തത് എന്ത് ചെയ്യാ? അടുത്തത് മിസ് അതേപോലെ എന്ത് ചെയ്തു? 10 വെച്ചു അല്ലെ? 2 10കൾ ചേർന്നാൽ എത്രയാ മക്കളെ? 20. അപ്പൊ അങ്ങനെ എഴുതി കൂടെ? അപ്പൊ 1ന്റെ സ്ഥാനത്തോ ഈ കുളത്തിൽ എന്തെങ്കിലും എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട അല്ലെ? 1ന്റെ സ്ഥാനത്ത് അവിടെ ഒന്നുമില്ല. അങ്ങനെ മക്കൾക്ക് എഴുതാം. ഇനി അല്ലെങ്കിൽ മിസ് പറഞ്ഞ പോലെ നോക്കിക്കേ മക്കളെ. മിസ് പറഞ്ഞ പോലെ നോക്കിക്കേ. ഇവിടെ 20 അല്ലേ? 20ൽ ഇവിടെ ഫസ്റ്റ് എത്രയാണ്? 2 ആണല്ലോ. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കോളത്തിൽ 2 കെട്ട് വരച്ചു. ദെൻ വൺസിന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? 0 ആണ്. അതുകൊണ്ട് നമ്മൾ ഒന്നും വരയ്ക്കണ്ട. ഓക്കെ അല്ലേ? അങ്ങനെയാണ് അടുത്ത നോക്കിക്കേ മക്കളെ. 67 ആണ്. 67 ആണ് അല്ലെ? ഇവിടെ ടെൻസ് തന്നിട്ടുണ്ട്. എത്ര ടെൻസ് ഉണ്ട്? 1 2 3 4 5 6 6 ടെൻസ് ഉണ്ട്. എത്ര വൺസ് വേണം മക്കളെ? പറഞ്ഞേ. 7 എണ്ണം വേണം. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ? 7 എണ്ണം വരച്ചു കൊടുക്കാട്ടെ. 7 സ്ട്രോ വരച്ചു കൊടുക്കുക. 1 2 3 4 5 6 7. ക്ലിയർ ആയോ മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇങ്ങനെ വൺസും ടെൻസും തന്ന മക്കൾ ഈസി ആയിട്ട് ചെയ്യല്ലോ. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. ലെറ്റ്സ് ഫൈൻഡ് ദ പ്രൈസ്. അതായത് മക്കളെ വില കണ്ടെത്താം. നോക്കിക്കേ. ലുക്ക് അറ്റ് ദി പ്രൈസ് ഓഫ് ദി ഐറ്റംസ് ബോട്ട് ടു ക്ലീൻ ദി സ്കൂൾ ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. അതായത് മക്കളെ സ്കൂളും പരിസരവും ഒക്കെ വൃത്തിയാക്കാനായിട്ട് വാങ്ങിയ സാധനങ്ങളുടെ വിലയാണ് നമുക്ക് തന്നിട്ടുള്ളത്. പ്രൈസ് ലിസ്റ്റ് തന്നിട്ടുണ്ട് മക്കളെ. വില വിവരം തന്നിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക? സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. അടുത്ത ദിവസത്തെ നിങ്ങളുടെ മാത്സ് എക്സാമിന് ഇതേപോലെയുള്ള പ്രൈസ് ലിസ്റ്റ് വന്നുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കും. ഓക്കെ, നോക്കിക്കേ. നമുക്ക് ആദ്യം ഓരോ ഐറ്റത്തെയും അതുപോലെ തന്നെ അതിന്റെ പ്രൈസും പരിചയപ്പെടാം അല്ലെ. ഫസ്റ്റ് വൺ എന്താ മക്കളെ? ലോഷൻ ആണ്. ലോഷൻ എത്ര രൂപയാണ് മക്കളെ? 30 റുപ്പീസ് ആണ്. 30 രൂപയാണ്. ദെൻ എന്താണ് തന്നിട്ടുള്ളത്? സോപ്പാണ്. സോപ്പിന് എത്ര രൂപയാണ്? 20 റുപ്പീസ് ആണ്. 20 രൂപയാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് ബ്രൂം ആണ്. അതായത് മക്കളെ ചൂലാണ്. എത്ര രൂപയാണ്? 15 റുപ്പീസ് ആണ്. 15 രൂപയാണ്. ദെൻ ലാസ്റ്റ് വൺ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? മോപ്പാണ് തന്നിട്ടുള്ളത്. എത്ര രൂപയാണ്? 50 റുപ്പീസ് ആണ്. 50 രൂപയാണ്. സെറ്റ് അല്ല മക്കളെ? സെറ്റ് അല്ലേ? ഇനി മക്കളോട് ചോദിച്ച ചോദ്യം ഇതാണ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക മക്കളെ. ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വിച്ച് ഈസ് ദി ചീപ്പസ്റ്റ് ഐറ്റം ഇൻ ദ ലിസ്റ്റ്? അതായത് മക്കളെ പട്ടികയിൽ ഏറ്റവും വില കുറഞ്ഞ സാധനം ഏതാണ്? പറഞ്ഞ മക്കളെ, വില കുറഞ്ഞ സാധനം ഏതാ എന്ന് കണ്ടെത്തണമെങ്കിൽ ഏറ്റവും വില കുറവുള്ളത് ഏതാ നോക്കണ്ടേ? ഏറ്റവും ചെറിയ നമ്പർ ഏതാ? ഇവിടെ 30 ആണ്, 20 ആണ്, 15 ആണ്, 50 ആണ് അല്ലെ. 30 20 15 50. അതിൽ ചെറിയ നമ്പർ ഏതാ മക്കളെ? ഏതാണ്? 15 ആണ്. അപ്പൊ 15 എന്നാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്? അല്ല, ആ സാധനം ഏതാണെന്നാ ചോദിച്ചത്. 15 രൂപയ്ക്ക് എന്താ മക്കളെ കിട്ടുന്നത്? ചൂലാണ്. ഏതാണ്? ബ്രൂം ആണ്. അപ്പൊ ഇവിടെ മക്കള് അത് എഴുതുക. ഇംഗ്ലീഷ് മീഡിയംകാർ ഇംഗ്ലീഷിലും മലയാളം മീഡിയംകാർ മലയാളത്തിലും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. സെറ്റ് അല്ല മക്കളെ? അപ്പൊ നമുക്ക് തന്നിട്ടുള്ള പ്രൈസ് ലിസ്റ്റിൽ ഏറ്റവും ചീപ്പസ്റ്റ് കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.
ആയിട്ടുള്ള ഐറ്റം, ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ഐറ്റം ഏതാ എന്നുള്ളത് നമ്മൾ കണ്ടെത്തി. അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ഹൗ മച്ച് മോർ ഈസ് ദി പ്രൈസ് ഓഫ് മോപ്പ് ദാൻ ലോഷൻ. അതായത് മക്കൾ കുറച്ച് ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ മച്ച് മോർ ഈസ് ദി പ്രൈസ് ഓഫ് മോപ്പ് ദാൻ ലോഷൻ. അതായത് മക്കളെ മോപ്പിന്റെ വില ലോഷന്റെ വിലയേക്കാൾ എത്ര കൂടുതലാണ്. അപ്പൊ ആദ്യം നമുക്ക് മോപ്പിന്റെ വിലയും ലോഷന്റെ വിലയും അറിയണ്ടേ, എങ്കിലല്ലേ അവ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റൂ. അപ്പൊ നമുക്ക് മോപ്പിന്റെ വില നോക്കാം. എത്രയാണ് മക്കളെ? 50 റുപ്പീസ് ആണ്. മോപ്പിന് എത്രയാണ്? 50 രൂപയാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇവിടോട്ട് എഴുതാം കേട്ടോ. അടുത്ത പിന്നെ നമ്മളോട് ലോഷൻ അല്ലേ പറഞ്ഞത് മക്കളെ? ലോഷൻ എത്രയാണ്? 30 രൂപയാണ്. ലോഷൻ എത്രയാണ്? 30 രൂപയാണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചത് എന്താണ്? മോപ്പിന്റെ വില ലോഷന്റെ വിലയേക്കാൾ എത്ര കൂടി, അതായത് ഇതിന്റെ വിലയേക്കാൾ എത്ര കൂടുതലാണ് ഇത്. ഇതിന്റെ വില എത്രയാ മക്കളെ? 30 അല്ലേ? 30നേക്കാൾ എത്ര കൂടെയാണ്? 30ലേക്ക് 10 ചേർത്താൽ 40, 40ലേക്ക് 10 ചേർത്താൽ എത്രയാ മക്കളെ? 50. അപ്പൊ എത്ര നമ്മൾ കൂട്ടി? എത്ര കൂട്ടി? 20 കൂട്ടി. സെറ്റ് അല്ലേ മക്കളെ? എത്രയാണ്? 20 കൂട്ടി. ഇനി അതല്ലെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാം മക്കളെ? 50 ആണ് മോപ്പിന്റെ വില. അതേ മൈനസ് ലോഷന്റെ വിലയായിട്ടുള്ള 30 ചെയ്യാം. 0ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ എത്രയാണ്? 0 ആണ്. പിന്നെ 5ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ എത്രയാ മക്കളെ? 2. അപ്പൊ എത്ര കിട്ടി? 20 കിട്ടി. അങ്ങനെ മക്കൾ ചെയ്യാം. മാത്സ് ആണ്, നിങ്ങൾക്ക് ഈസി ഏത് വേ ആണോ അതുപോലെ മക്കൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സെറ്റ് അല്ല മക്കളെ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് ലോഷൻ ആൻഡ് ബ്രൂം. അതായത് മക്കളെ ലോഷന്റെയും ചൂലിനും കൂടി ആകെ എത്ര വിലയാകും? അപ്പൊ നമുക്ക് ലോഷന്റെ വില കണ്ടെത്തണ്ടേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോഷൻ എത്രയാണ്? 30 റുപ്പീസ് ആണ് ലോഷന്റെ വില. ദെൻ ഏതാണ് മക്കളെ? ചൂലിന്റെ എത്രയാണ്? 15 റുപ്പീസ് ആണ് അല്ലെ? എത്രയാണ്? ചൂലിന് എത്ര രൂപയാണ്? 15 റുപ്പീസ് ആണ്. 15. അപ്പൊ രണ്ടിനും കൂടി ടോട്ടൽ അല്ലേ മക്കളെ ചോദിച്ചിട്ട്? ടോട്ടൽ കാണണമെങ്കിൽ ആകെ നമ്മൾ എന്ത് ചെയ്യും? ലോഷന്റെ വിലയിലോട്ട് നമ്മൾ ചൂലിന്റെ വില ആഡ് ചെയ്യും. 30 പ്ലസ് 15, 30 കൂട്ടണം 15. കൂട്ടുകാർക്ക് ഏത് രീതിയിലും കൂട്ടാട്ടോ മക്കളെ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കൂട്ടാം. 30 കൂട്ടണം 15. 0 പ്ലസ് 5 എത്രയാ മക്കളെ? 5. 3 കൂട്ടണം 1, 4. അപ്പൊ ടോട്ടൽ എത്ര കിട്ടി മക്കളെ? 45 എന്ന് കിട്ടി. ഇവിടെ മക്കൾ ആദ്യം എഴുതേണ്ടത് ലോഷന്റെ പ്രൈസ് ആണ് 30 പ്ലസ് ദെൻ ബ്രൂമിന്റെ പൈസ ആയിട്ടുള്ള 15 ഈക്വൽ ടു എത്രയാണ്? 45. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. മക്കൾക്ക് ഇതുപോലെ പ്രൈസ് ലിസ്റ്റ് വന്നുകൊണ്ട് എന്ത് ചെയ്യും? ചോദ്യങ്ങൾ വരും. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ലോഷന്റെ പൈസ 30 ആണ്, ചൂലിന് 15 ആണ്. ടോട്ടൽ എത്ര കിട്ടി? 45 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ഫൈൻഡ് ദി പ്രൈസ് ഓഫ് 2 സോപ്സ്. എന്താ മക്കളെ പറഞ്ഞത്? 2 സോപ്പിന്റെ വില എത്ര എന്നാ ചോദിച്ചത്. 2 സോപ്പിന്റെ വിലയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു സോപ്പിന്റെ വില ആദ്യം അറിയേണ്ട മക്കളെ എത്രയാണ്? 20 റുപ്പീസ് ആണ്. 20 രൂപയാണ്. അപ്പൊ 2 സോപ്പിന്റെ വില കാണണമെങ്കിൽ 20 പ്ലസ് 20, 20 കൂട്ടണം 20 എത്രയാ മക്കളെ? 20 കൂട്ടണം 20 എത്രയാണ്? 40 ആണ്. ഇനി ഇങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ മക്കൾ എഴുതി തന്നെ കൂട്ടാ കേട്ടോ. 20 പ്ലസ് 20 എത്രയാണ് മക്കളെ? 0 പ്ലസ് 0 0 ആണ്. 2 പ്ലസ് 2 എത്രയാണ്? 4 ആണ്. അപ്പൊ ടോട്ടൽ എത്ര കിട്ടി? 40 എന്ന് കിട്ടി. 20 കൂട്ടണം 20 സമം 40. സെറ്റ് അല്ല മക്കളെ? അതിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇപ്പൊ 2 സോപ്പ് മേടിച്ചല്ല മക്കളെ. 2 soaps were bought and 50 rupees was given. How much rupee will be the balance? എന്താ മക്കളെ ചോദിച്ചത്? 2 സോപ്പ് വാങ്ങി, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? 50 രൂപ നൽകിയാൽ ബാക്കി എത്ര രൂപ കിട്ടും? 2 സോപ്പിനും കൂടി എത്ര രൂപയാ മക്കളെ? 40 രൂപയാണ് ആയിട്ടുള്ളത്. നമ്മൾ എത്ര രൂപയാണ് കൊടുത്തിട്ടുള്ളത്? 50 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം 50 രൂപ നമ്മൾ കൊടുത്ത ബാക്കി എത്ര കിട്ടും? 50 രൂപയിൽ എത്ര രൂപയ്ക്ക് നമ്മൾ സാധനം വാങ്ങി? 40 രൂപയ്ക്ക് സാധനം വാങ്ങി. ബാക്കി എത്ര രൂപയേ ഉണ്ടാവുള്ളൂ? 10 രൂപയേ ഉണ്ടാവുള്ളൂ. എത്രയാണ് മക്കളെ? 10 രൂപയേ ഉണ്ടാവുള്ളൂ. ഇനി അല്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യാ? 50 ആണ് കൊടുത്ത പൈസ. നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള പൈസ 40 ആണ്. സോറി, പ്ലസ് അല്ല, മൈനസ് ആണ് ചെയ്യേണ്ടത്. ബാലൻസ് അല്ലേ നമുക്ക് കാണേണ്ടത്. 50 മൈനസ് 40 ചെയ്യണം. 0 മൈനസ് 0 0 ആണ്. 5 മൈനസ് 4 എത്രയാണ്? 1 ആണ് മക്കളെ. അപ്പൊ ടോട്ടൽ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. അപ്പൊ 2 സോപ്പ് വാങ്ങിയിട്ട് 50 രൂപ നൽകിയാൽ ബാക്കി എത്ര രൂപ കിട്ടും? 10 രൂപ. സെറ്റ് അല്ല മക്കളെ? അപ്പം ഇതേ മോഡലിലെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക? സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7
7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. തന്നെയാണ് മക്കൾക്ക് നാളത്തെ എക്സാമിന് വരിക. കൃത്യമായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ക്ലാസ്സുകളെല്ലാം കണ്ടിട്ട് എക്സാമിന് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.